ഹൗവ, ആദ്യ വനിത, ആദ്യ മാതാവ്, എൻ്റെയും നിൻ്റെയും ഉറവിടം. നാം ഈ ലോകത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നതിന് മുൻപ് അവരുടെ ഉള്ളിലായിരുന്നു നമ്മുടെ ലോകം. പിന്നീട് അവരായിരുന്നു നമ്മുടെ ലോകം. നോട്ടങ്ങളിൽ ഏറ്റവും വാത്സല്യമുള്ളത് അമ്മയുടേത്. എന്നാൽ ഞാനും നിങ്ങളും അവരുടെ മേൽ പതിപ്പിക്കുന്ന നോട്ടം പലപ്പോഴും കളങ്കമുള്ളത്. അവർ നന്മയാണ്, അവർ സ്നേഹമാണ്, അവർ സ്ത്രീയാണ്. കണ്ടിട്ടെന്നില്ലല്ലോ. വെറുതെ മനുഷ്യന്റെ നേരം കളഞ്ഞ ഒരു കുന്തുമില്ല. എന്തോ ഇപ്പം ഇത്ര കാര്യമായിട്ട് കണ്ടിരിക്കുന്നേ? വലിയ കാര്യം പോലെ പ്രസവമൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ട് കാണാനിരുന്നത് ഒരു മണ്ണാങ്കട്ടിയില്ല. എടാ ചങ്ങായി, ഇതിൻ്റെ ഒരു കാര്യം. എടാ, ഈ പ്രസവം എന്നൊക്കെ പറയുന്നത് ഒരു മഹത്തായ ഒരു സംഭവമാണ്. അതിലൂടെയാണ് ഒരു സ്ത്രീ അവരുടെ ഏറ്റവും വലിയ പദവിയായ അമ്മയായിത്തീരുന്നത്. ഒന്ന് പോടപ്പാ. ഞാൻ ലേശ തിരക്കിലായിപ്പോയി. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട. ഇനി പറ, എന്താ നിങ്ങളെ പ്രശ്നം? അല്ല, അത് എൻ്റെ മോളുടെ കാര്യം. മോളുടെ കാര്യം? അതിപ്പോൾ എൻ്റെ ഓള് സ്കൂൾ ടീച്ചറോട് പറഞ്ഞ കാര്യമല്ലേ. അത്രക്കൊക്കെ സംഭവിക്കും. ചെറിയ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ മോള് പറഞ്ഞത് അത്രക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ കുട്ടിയുടെ ബോധം പോലടോ. അവള് വെറുതെ അറിയുന്നതായിരിക്കും. എൻ്റെ ചെറിയ മോളെങ്ങനെയാ അങ്ങനെയൊക്കെ പറയാ? ഓക്കെന്താ അറിയാം? അത് വിട്. ഇപ്പൊ നമ്മക്ക് അറിയുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാടോ. ഒന്നും അറിയാണ്ടല്ലേ ആ പെണ്ണ് ബലൂൺ ആടെ. എന്താ മോനെ? എടി, ഇതോളല്ലേ? ഇവളല്ലേ റേപ്പ് ചെയ്തേ? കിസ് ഓഫ് ലവിൻ്റെ. ഇതിപ്പോ പണ്ടാരോ പറഞ്ഞ പോലെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ആര് വീണ്? എവിടെ വീണ്? അവർ ചെയ്തതിന് എന്താ തെറ്റ്? നിനക്കൊക്കെ പബ്ലിക്കിൽ മൂത്രയിക്കാം. പബ്ലിക്കിൽ കിസ് ചെയ്യുന്നതാ ഇത്ര വലിയ കാര്യം? പബ്ലിക്കായി മൂത്രയിക്കുന്നത് ആരും വാ പൊളിച്ച് നോക്കാറില്ല. എടാ, നമ്മളെ റേസ് ഇന്നലെ ഗൾഫിൽ പോകുമ്പോൾ അവൻ്റെ ഉപ്പി ഉമ്മയിലോനെ ചുംബിച്ച്, അതും എയർപോർട്ടിൽ വെച്ചിട്ട്. അതിന് നമ്മുടെ നാട്ടിൽ വല്ല വിലക്കുണ്ടോ? അതല്ലാടോ കിസ് ഓഫ് ലവ്. എല്ലാണ്ട് സ്ഥലവും തീയതിയിൽ നിശ്ചയിച്ചിട്ട് പബ്ലിക്കായിട്ട്. എന്നോടൊന്നും വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, ബോറൻ. എടോ, തനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? തന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇതിനിങ്ങനെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല.
അവൾ ചത്തു. ദാറ്റ് ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. പെങ്ങന്മാരെ അടക്കി നിർത്താൻ പറ്റണോടോ? സാറേ, അവളൊരു പാവമായിരുന്നു. പാവം. പുരോഗമനവാദം പറഞ്ഞ് പരസ്യമായി ചുംബിച്ചഴിഞ്ഞാടിയവളല്ലേ നിന്റെ പെങ്ങൾ? ശവത്തിൽ കുത്തല സാറേ. തനിക്കിപ്പോ എന്തോ നാടോ വേണ്ടത്? എന്റെ പെങ്ങൾ അനുഭവിച്ചത് നാളെ വേറൊരു പെണ്ണും അനുഭവിക്കും. എത്ര ക്രൂരമായിട്ടായിരുന്നു അവളെ അവർ. ആര്? നീയും അവളും ഒക്കെ അനുകൂലിച്ചവർ തന്നെയല്ലേ ഈ അവർ? പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശം കിസ് ഓഫ് ലവ് ആയിരിക്കാം. ബട്ട് അത് ലസ്റ്റിലേക്ക് വഴുതിപ്പോയി. നോക്ക്, നിങ്ങൾ പോയത് സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് പിന്നാലെ ഒന്നുമല്ല, ആവേശങ്ങൾക്ക് പിന്നാലെ ആയിരുന്നു, അല്ലേ? സാറേ, സാറേ, നമ്മുടെ അക്കടെ അടുത്ത് 2 കുട്ടികളുണ്ട്, കിടിലനാ. അപ്പൊ നമ്മള് പറഞ്ഞ പോലെ ഉള്ളത് ഇവറ്റിങ്ങളൊക്കെ നമ്മുടെ വഴിക്ക് വരും. എന്താ മോനെ, ഏത് ടൈപ്പാ വേണ്ടേ? അല്ല, അത് പിന്നെ ഫസ്റ്റ് ടൈമാണ്, പ്രശ്നമൊന്നുമില്ലല്ലോ. എന്ത് പ്രശ്നം? സോമ, നീ ഇവന് നമ്മളെ കുട്ടികളെ കാണിച്ചു കൊടുക്ക്. വാ മോനെ. ഞാൻ ഫസ്റ്റ് ടൈമാണ്. നീ ഇത് ഫസ്റ്റ് ടൈമാന്ന് പറയുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. ചേട്ടാ, ഈ റെയ്ഡ്, ഒളി ക്യാമറ അങ്ങനെ എന്തെങ്കിലും? നീ നടന്നുകൂടപ്പാ. ചേട്ടാ, സേഫ് അല്ലേ? ഇവിടെ നിന്റെ സദാചാരക്കാരെ കൊണ്ടുള്ള ചൊറയൊന്നും ഉണ്ടാവില്ല. എല്ലാം നല്ല ഫ്രഷ് കുട്ടികളാണ്. 18ഉം 19ഉം. നീ ധൈര്യമായിട്ട് കേറിക്കോ. എല്ലാന്ന് നമുക്കൊന്നും കിട്ടിയില്ല. സോറി, അറിയില്ലായിരുന്നു. അപ്പൊ ശരിയെന്നാ. ഓക്കെ. അല്ല മോനെ, നമുക്ക് തക്കാരൊന്നില്ലേ? ലോട്ട കുടുംബത്തിൽ ഓരോ കല്യാണം വെക്കാൻ കണ്ട നേരം കിടിലൻ ട്രിപ്പാ മിസ്സായത്. പിള്ളേർ അടിച്ച് പൊളിച്ചു മോനെ. ഞാൻ പിള്ളേരെ പിക്സ് കണ്ടിന്. കിടു. പിക്സ് മാത്രല്ലടാ, പിള്ളേർ അടിച്ച് പൊളിച്ച് ഗുണ്ടൽപേട്ട് വയ്യ റിട്ടേണ്. കിടിലൻ സാധനങ്ങളായതിന് പോലും. അതിലൊന്ന് നിന്റെ പെങ്ങളാണെങ്കിലോ? നമ്മൾ ഈ സാധനങ്ങള്, ചരക്ക്, പീസ്, മുതല് എന്നൊക്കെ പറയുന്ന ഈ സ്ത്രീ ആരുടെയെങ്കിലും മകളാകാം, സഹോദരിയാകാം, ഭാര്യയാകാം, അമ്മയുമാകാം. ഹലോ, ഹാപ്പി അല്ലേ? എന്ത് ഹാപ്പി?